എനിക്കെന്തോ ചെറിയച്ഛനെ നമ്മളെ വിടാൻ ഒരു പ്ലാനും ഇല്ലാന്ന് തോന്നുന്നു അശോക. അല്ല, ഇതിപ്പോ ചെറിയച്ഛൻ എന്തിനാ നമ്മുടെ പുറകെ വരുന്നേ? എടാ, കാറ് നമുക്ക് നിർത്തിയിട്ട് ഉള്ള കാര്യം പറഞ്ഞാലോ? ഹേയ്, ബോധമില്ലടാ നിനക്ക്? നീ എന്താ പറയാ? ഇവള് സിഹിയല്ല സുബിയാണെന്ന് പറയോ? അത് പിന്നെ എല്ലാരും അറിയാൻ അധികം സമയം വേണ്ടി വരില്ല. അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാനടാ? പറ ഭാർഗു. ആ സുബ്ബലക്ഷ്മിയെ രാമൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഭാർഗു, ഞാൻ വിട്ടിട്ടില്ല, അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അവരെങ്ങോട്ടും പോകുന്നില്ല, വെറുതെ ഇതിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ അവരുടെ പുറകെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുവാണെന്നോ? വിശ്വ, നീ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? നോ ചാൻസ് ഭാർഗു. ഞാൻ ശ്രദ്ധിച്ചു തന്നെയാ ഫോളോ ചെയ്യുന്നേ. അവർക്കൊരു ഡൗട്ടും വന്നിട്ടില്ല. നോ ചാൻസ്. എടാ, സമയം ഇത് കുറെ ആയിട്ടോ. അതെ രാമ, ആ സ്വാമി എന്തെങ്കിലും ചെയ്താൽ വലിയ പ്രശ്നമാകും. അയ്യോ, സ്വാമിയാണല്ലോ വിളിക്കുന്നേ. ഹലോ. അതെ, എവിടെയാ നിങ്ങളൊക്കെ? എവിടെയാണോ എന്റെ സുബി? സർ, വന്നോണ്ടിരിക്കുക, ഞാൻ ഓൺ ദ വേ. നീ വെറുതെ എന്റെ അടുത്ത് കഥ ഇറക്കല്ലേ? ഞാൻ വന്നോണ്ടിരിക്കുക മുത്തശ്ശ. ആണോ? ശരി ശരി, വേഗം വാ. ഞാൻ വരുന്നു. നാശം പിടിക്കാൻ ഈ ചെറിയച്ഛൻ പുറകിന്ന് മാറുന്നില്ലല്ലോ. സ്വാമിയാണെ വിളിച്ചിട്ട് വേഗം വരാനും പറയുന്നു. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. വിശ്വ, ബി കെയർഫുൾ. ശ്രദ്ധിച്ച് ഫോളോ ചെയ്യണം. അവരെങ്ങോട്ടാ പോകുന്നെന്നുള്ളത് അറിഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്യ. ഓക്കെ ഭാർഗു, ഡോൺ വറി. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. സിഹി, നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എടാ, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. കാർ അവിടെ സ്റ്റോപ്പ് ആയല്ലോ. ശരിയാണല്ലോ. ഇനി അവരുടെ കാറ് വരില്ല, നിങ്ങൾ വിട്ടോ. അത് നിനക്കെങ്ങനെ അറിയാം? അവരുടെ കാറ് പഞ്ചറായിട്ടുണ്ടെന്നാ തോന്നുന്നേ, അതുകൊണ്ട് വരില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനി ചെറിയച്ഛൻ നമ്മളെ പുറകെ വരായിരുന്നാ മതി. താങ്ക് യു സിഹി. നാശം പിടിക്കാനായിട്ട് ഇതിനെന്താ പറ്റിയേ? വിശ്വ, എന്തു പറ്റി? ഭാർഗു, കാറ് നിന്ന് നിപ്പിൽ അങ്ങ് ഓഫായി പോയി. സ്റ്റിയറിംഗ് ലോക്കായിട്ടുണ്ട്. വാട്ട്? അതെ ഭാർഗു, ആരോ സ്റ്റിയറിംഗിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ട്. പേടിയാവുന്നു ഭാർഗു. വിശ്വ, സ്റ്റോപ്പ് ഇറ്റ്. വെറുതെ ഓരോന്ന് പറയല്ലേ. സ്റ്റിയറിംഗിൽ നീ അല്ലാതെ വേറെ ആര് പിടിക്കാനാ? ഇനി എന്തൊക്കെ സംഭവിച്ചാലാ രാമന്റെ കാറ് വിട്ടുകളയാൻ പാടില്ല. കാറിന്റെ സ്റ്റിയറിംഗ് മൂവ് ആവുന്നില്ല, ഞാൻ എന്ത് ചെയ്യും ഭാർഗു? ക്രിക്കറ്റ് അങ്കിൾ, ഇനി സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റും, നോക്ക്. ഇന്നെനിക്ക് റാമിന്റെയും അശോകന്റെയും രഹസ്യങ്ങൾ എന്താണെന്ന് അറിയണം. ഇപ്പൊ ശരിയായി. വിശ്വ, ഇപ്പൊ എന്താ പ്രശ്നം? ഭാർഗു, എനിക്ക് പേടിയാകുന്നു ഭാർഗു. കാർ അതിന്റെ ഇഷ്ടത്തിന്റെ റൈറ്റിലേക്ക് പോകുന്നു. വിശ്വ, വെറുതെ കളിക്കാൻ നിക്കല്ലേ. എനിക്ക് ദേഷ്യം വന്ന അറിയാലോ. സത്യമാണ് ഭാർഗു ഞാൻ ഈ പറയുന്നത്. ഇവിടെ ആരോ ഈ കാറിന്റെ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടിരിക്കുക. കാർ അതിന്റെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭാർഗു. വായടക്ക്. എന്തേലും ഒരു കാര്യം മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ?
എല്ലാ കാര്യത്തിലും യു ആർ എ ബ്ലഡി വേസ്റ്റ്. ഏത് പ്രേതം എന്നെ ഈ ശല്യം ചെയ്തോണ്ടിരിക്കുന്നേ? രാവിലെ എരിവെടുത്ത് തന്നു, എന്നിട്ട് എന്റെ ബോളി എടുത്തോണ്ട് പോയി. ഇപ്പോ കാർ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവമേ ഭഗവാനേ, അയ്യോ. ഗ്രാൻഡ് പാ, കാവേരി, കുട്ടിലകം, ദേ സുബി എത്തി. നീ ബലൂണ് പൊട്ടിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു? ചെല്ല്. അയ്യോ, എന്താ ഇത്? വെൽക്കം സുബി. താങ്ക്സ്. സുബി, സുഖായിട്ടിരിക്കുന്നോ? ഞാനിപ്പോ സൂപ്പർ ഡ്യൂപ്പർ കാവേരി ചേച്ചി. മുത്തശ്ശ, നിങ്ങൾക്ക് സുഖാണോ? നീ ഇപ്പൊ വന്നല്ലോ, ഇനി മുതല് ഒരുപാട് സുഖമായിരിക്കും. സുബി, ഇത് ഇവർക്ക് എല്ലാവർക്കും കൊടുക്ക്. ഇന്നാ സീതാമ്മ നിങ്ങൾക്ക് തന്നു വിട്ടതാ. ഇതിനകത്ത് ബോളിയും പലഹാരങ്ങളും പായസവും എല്ലാം ഉണ്ട്. ബാ. ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഈ ഫോട്ടോയെ ഞാൻ അമ്മയായിട്ടാ കണ്ടിരുന്നേ. പക്ഷെ ഇപ്പോ എനിക്ക് ശരിക്കുള്ള ഒരു അമ്മയെ കിട്ടിയല്ലോ. അമ്മയെ കാണാൻ അത്രയ്ക്ക് നീ ആഗ്രഹിച്ചില്ലേ? അത് കണ്ടിട്ടാ ദൈവം നിനക്ക് ഒരമ്മയെ കൊണ്ട് തന്നത്. റാം സാറും അശോക് സാറും അകത്തേക്ക് വരാത്ത എന്താ? സർ, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ. ഇരുന്നോളൂ. ഒരു മിനിറ്റ്. സുബിയെ നിങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചില്ലേ? വലിയ ഉപകാരം. ഇനി നിങ്ങൾ പോവാൻ നോക്ക്. വാരാമ പോവാം. മോളെ, ഞങ്ങളെന്നാ പോട്ടെ. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നാളെ ഞങ്ങൾ വരാട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറയണോ? ഞാൻ ഫോൺ ചെയ്ത് നിങ്ങൾ എപ്പോ വരണമെന്നൊക്കെ അറിയിക്കാം. നീ ഇപ്പൊ പോവാൻ നോക്ക്. സ്വാമിച്ചേട്ടാ, അത് നാളെ വന്ന് അവളെ കൊണ്ടുപോവാം. ബാ. മോളെ,
ഇത് ചിതാഭസ്മം പോലെയുണ്ടല്ലോ. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ചെല്ല്, എനിക്ക് എന്റെ കൊച്ചുമോളോട് സംസാരിക്കണ്ടേ? ഭാർഗു, 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 ഭാർഗു. ഏയ് വിശ്വ, എന്താ ഭാർഗു, നിനക്ക്? എന്നെ ആരോ പുറകിന്ന് തള്ളുന്നുണ്ട് ഭാർഗു. നോക്ക്, നീ ആരെങ്കിലും പുറകിൽ കാണുന്നുണ്ടോ? ഒന്ന് രണ്ടു വട്ടം പോട്ടേന്ന് വിചാരിക്കാം. എന്നാ എല്ലാ സമയത്ത് ഇത് തന്നെയാണ് പണി. നിന്നെ ആരോ തള്ളുന്നു, സ്റ്റിയറിംഗിൽ പിടിക്കുന്നു, എന്തൊക്കെയത്? ഇതെല്ലാം ഞാൻ വിശ്വസിക്കണം വിശ്വ? ഞാൻ വെറുതെ പറയുന്നതല്ല ഭാർഗു. ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വിശ്വസിക്കൂ ഭാർഗു. Shut up, വിശ്വ. നിന്നെ ഒരൊറ്റ പണിയെ ഞാൻ ഏൽപ്പിച്ചത്. അതുപോലെ നിനക്ക് ചെയ്യാനാവുന്നില്ലല്ലേ? ഛേ. രാമനും അശോകനും ആ സുബ്ബലക്ഷ്മിയെ എങ്ങോട്ടാണ് അവ കൊണ്ടുപോയത്? എല്ലാം എന്റെ എല്ലാ പ്ലാനും നശിപ്പിച്ചു കളഞ്ഞില്ലേ വിശ്വ? ക്രിക്കറ്റ് അങ്കിൾ, പാവമുണ്ട് നിങ്ങൾ. ഞാൻ കാരണം നിങ്ങൾ വഴക്ക് കേട്ടോണ്ടിരിക്കുവാണല്ലേ? നിങ്ങൾക്ക് ഇവിടെ നല്ല പേടിയുണ്ടല്ലേ? ചിൽ അങ്കിൾ, പേടിക്കല്ലേ. ഞാൻ നിങ്ങളുടെ ലിറ്റിൽ ചാമ്പ. ചിൽ. ഭാർഗു, എന്നെ ആരോ ഇക്കിളിടുന്ന പോലെ ഉണ്ട്. ശരി വന്നിട്ട് പോയ ഭാർഗു. വിശ്വ, what the hell is happening? ആരോ എന്നെ ഇക്കിളിടുന്നുണ്ട് ഭാർഗു. ഏയ്. ഞാൻ എന്തു പറഞ്ഞിട്ടും എന്നെ ആരും വിശ്വസിക്കുന്നില്ലോ. എന്തൊരു ജന്മം എന്റേത്. ഭാർഗു, എടാ വട പോവാം. ഇല്ല സുഖ, എന്തോ സുബിയെ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ലടാ. എടാ ഇന്നൊരൊറ്റ ദിവസമല്ലേ, നാളെ വന്ന് അവളെ കൊണ്ടുപോവാം. ഇപ്പൊ ഇങ്ങനെ ചെയ്താ കുറച്ച് ദിവസം അയാളുടെ ശല്യം ഉണ്ടാവില്ല. വട പോവാം. എടാ നീ ഇവിടെ നിന്നാ അവിടെ സീതയെ നോക്കാൻ ആരാ ഉള്ളേ? പ്രിയ ഉണ്ട്. ബട്ട് നീ ഇത്രയും നേരമായിട്ടും നിന്നെ കണ്ടില്ലെങ്കിൽ സീതയ്ക്ക് ഡൗട്ട് ഉണ്ടാവൂലേ? യാ മാൻ, ബട്ട് നമ്മുടെ സുബിയെ വിട്ട് എങ്ങനെയാടാ? ഇത് സുബിയുടെ വീടാ രാമ. ഇവിടെ ഇവള് ഓക്കെ ആയിരിക്കും. നോക്ക്, അവൾക്കും അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? കൊതി ഉണ്ടാവില്ലേ? അവൾക്ക് അവളുടേതായ സ്പേസ് കൊടുക്കണ്ടേ? അശോക, അവളിപ്പോ സുബി അല്ലടാ. എനിക്കെന്റെ സിഹിമോളാ അവള്. നിങ്ങൾ ഇതുവരെ ഇവിടുന്ന് പോയില്ലേ? അപ്പോ സുബി, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട കാവേരി ചേച്ചി. പിന്നെ സുബി സ്കൂളിൽ പോകുന്നുണ്ടോ? എനിക്ക് ആ സ്കൂൾ ഇഷ്ടായതേ ഇല്ല. അവിടെ അവര് പറയുന്ന
മനസ്സിലായേ ഇല്ലായിരുന്നു. അതുകൊണ്ട് സീതാമ്മ ഇപ്പൊ എനിക്ക് ഹോം സ്കൂൾ നടത്തി തരുന്നുണ്ട്. ഹോം സ്കൂളോ? അങ്ങനെ പറഞ്ഞെന്താ? സ്കൂളിൽ പഠിപ്പിക്കുന്നതെല്ലാം പാരന്റ്സ് അവർക്ക് വീട്ടിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സുബി, ആ വീട്ടിൽ പോയ ശേഷം നീ ഇപ്പൊ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിച്ചല്ലോ. എനിക്ക് ഒന്നും അറിയില്ല, സിഹിക്ക് എല്ലാം അറിയാം. സിഹി എന്ന് പറഞ്ഞ റാംസാറിന്റെ മോളല്ലേ? ഒരു കാര്യം അറിയോ, ഞാനിപ്പോ മാജിക് കാണിക്കാൻ പഠിച്ചിട്ടുണ്ട്. മാജിക്കോ? എന്ത് മാജിക്കാ തമ്പുരാട്ടി? കാണിച്ച് നോക്കട്ടെ. ഇപ്പൊ കണ്ടോ, അവിടെ കിടക്കുന്ന ബലൂൺ കണ്ടോ? അത് ഒറ്റയ്ക്ക് പറക്കും. സുബി, ഇത് നീ എങ്ങനെ ചെയ്തേ? അതൊക്കെ എന്റെ മാജിക്കാ. മാജിക്കാ അത്രേ മാജിക്. അത് കാറ്റത്ത് പറന്നതാ. അതിന് കാറ്റ് വേണ്ടേ? കാറ്റുണ്ടെങ്കിൽ ഈ ബലൂണും പൊങ്ങുമല്ലോ. എന്നിട്ട് ഇത് പൊങ്ങിയോ? ഹൗ ദിസ് പോസിബിൾ സുബി? ഇപ്പോഴെങ്കിലും മനസ്സിലായോ എനിക്ക് മാജിക് ഒക്കെ അറിയാമെന്ന്? ശരിയാണല്ലോ സുബി, സൂപ്പറാ നീ. ഇവളാണോ സൂപ്പർ? എല്ലാം ചെയ്യാൻ ഞാനും, മാജിക് എന്ന് പറഞ്ഞ ആളാവുന്നത് ഇവളും. വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. നാളെ തന്നെ അവളെ ദത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ സാറേ. ശരി, ഞാനൊരു അപ്ഡേറ്റ് ചെയ്തോളാം. ശരി സാറേ. അശോക്, എല്ലാം ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാം ഓക്കെയാ. സീതയുടെ അവസ്ഥ എന്താ? ഷീസ് ഫൈൻ. സീത എവിടെ? ഹേ റാം, ഹാ വന്നോ? അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നില്ലേ? ആ, അവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. സിഹി വന്നത് കണ്ടപ്പോ അവർക്ക് വലിയ സന്തോഷമായി. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട്. അവളില്ലെങ്കിൽ കണ്ടോ, വീടാകെ എം ടി ആയതുപോലെയുണ്ട്. അത്രേ ഉള്ളോ? ആ എംഡിനെസ് ഫീൽ ചെയ്യാതിരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഓ, ഈ ഗെയിമിൽ നമ്മളില്ല. കണ്ടിന്യൂ. അശോക, നിങ്ങൾ എങ്ങോട്ടേ പോകുന്ന? അവര് പറഞ്ഞയച്ചത് എന്തിനാ റാം? നമുക്ക് പ്രൈവസി എന്നവര് പോയില്ലേ, അതാണ് ശരിക്കുള്ള ഫ്രണ്ട്സ് സീത. അതെ അതെ. പിന്നെ ഇവിടെ എന്തു പറ്റി റാം കവിളത്ത്? ഒന്നും കാണുന്നില്ലല്ലോ. സീത, വെറുതെ കളിക്കില്ലേ, വേഗം തന്നെ. എന്താ വേണ്ടത്? അറിയില്ല? എനിക്കൊന്നും അറിയില്ലല്ലോ. ശരി, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. മോളെ, ആ